അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് ദേ ഒരു തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ ഏവരും കാത്തുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഇമിഗ്രേഷൻ നിയമം. അത് നമുക്കറിയാം, ഈസ്റ്ററിന് മുമ്പ് വരുന്നു വിചാരിച്ചു, പിന്നെ ഈസ്റ്ററിന് ശേഷമായി, ഇതിപ്പോൾ അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷൻ ശേഷം ഇതാ കറക്റ്റ് ഒരു തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരുന്നതിന്. അതായത് 12-ാം തീയതി മെയ്, അതായത് നാളെ മൺഡേ ആണ് ഈ ഒരു നിയമങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള ചുരുക്കം സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യണം, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു അപ്ഡേറ്റും നിങ്ങൾ മിസ്സാവില്ല എന്ന് എൻ്റെ ഗ്യാരണ്ടി. അല്ല, പിന്നെ യു കെയിലേക്ക് വരാൻ നിൽക്കുന്നവരാണെങ്കിലും യു കെയിൽ ഉള്ളവരാണെങ്കിലും മാക്സിമം ഈ വരുന്ന നിയമങ്ങളെക്കുറിച്ച് അറിയുക. വരാൻ നിൽക്കുന്നവർ അറിഞ്ഞ് മനസ്സിലാക്കി വരിക. ഇവിടെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും വിസയിലും ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ പുതിയ വിസ എടുക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഈ മാറ്റങ്ങൾ ഒരു പക്ഷേ ബാധിച്ചേക്കാം. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വലിയൊരു കുറേയധികം വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഉൾക്കൊള്ളാൻ പോകുന്ന ചില നിയമങ്ങളെ കുറിച്ച് ഓൾറെഡി പല ന്യൂസ് പേപ്പറുകൾ പബ്ലിഷ് ചെയ്തതിൽ തുടർന്ന് അത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ ഇപ്പോൾ ആശങ്കയോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പെർമനന്റ് റെസിഡൻസി റൂളാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത റൂളായിരുന്നു. അത് 5 years ആണ് ഇതുവരെ. അത് ഇനി 10 yearsലേക്ക് ഉയർത്താൻ പോകുന്നു. അത് ആരെയൊക്കെ ബാധിക്കും, എങ്ങനെയൊക്കെ ബാധിക്കും, അതോടൊപ്പം തന്നെ ഈ 5 years റൂളിൽ നിന്ന് 10 yearsലേക്ക് ആക്കുന്നത് എല്ലാ രാജ്യക്കാരെയും ഈ ഒരു കാര്യം ബാധിക്കും. കാരണം അതിനകത്ത് സം നാഷണാലിറ്റീസ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ ബാധിക്കുമോ? കാരണം അതിനു മുമ്പ് ഒരു ദിവസത്തെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു, വർക്ക് ആൻഡ് സ്റ്റഡി വിസ ചില നാഷണാലിറ്റീസിന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം. അതിനകത്ത് പാകിസ്ഥാനും നൈജീരിയ, അതുപോലെ ശ്രീലങ്ക പോലുള്ള കൺട്രികളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഇന്ത്യ ഇല്ല. അതിൻ്റെ അകത്ത് കൂടുതൽ വിവരങ്ങൾ നാളെ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ PR-ന്റെ കേസിൽ ഇനി ഇന്ത്യ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതാണ് വലിയൊരു ആശങ്ക. അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ കറന്റ് PR എടുക്കാറായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇത് ബാധിക്കുമോ? അത് മാത്രമല്ല, ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു നിയമങ്ങൾ വരാൻ പോകുന്നു, എപ്പത്തൊട്ട് നിയമങ്ങൾ നിലവിൽ വരും? അതോടൊപ്പം തന്നെ ഇനി യു കെയിലേക്ക് വരാൻ നിൽക്കുന്നവർക്കാണോ, യു കെയിലുള്ളവർക്ക്, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അതിനൊക്കെ നാളെ ക്ലാരിറ്റി കിട്ടും. അതായത് 12-ാം തീയതി നാളെ മൺഡേ ക്ലാരിറ്റി കിട്ടും എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ അതിനകത്ത് ചേഞ്ചസ് അവർ പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരും എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പോൾ വരിക്കും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാലറി ത്രെഷോൾഡ് വീണ്ടും ഉയർത്തുക. അതായത് ഇപ്പോൾ ലോ സ്കിൽഡ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി ആ ലോ സ്കിൽഡ് ജോബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടാത്ത രീതിക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ അവരുടെ ഒരു പ്രപ്പോസൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വിഷയമാണോ പഠിക്കാൻ വന്നിരിക്കുന്ന ആ വിഷയത്തിൽ തന്നെ ജോബ് നേടുക എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനകത്തും കുറച്ച് ക്ലാരിറ്റി ലഭിക്കും. അതോടൊപ്പം തന്നെ UK സ്റ്റുഡന്റ് വിസയുടെ മാറ്റങ്ങൾ, യൂണിവേഴ്സിറ്റികളുടെ മാറ്റങ്ങൾ, കാര്യങ്ങൾ, ഇനി PSW ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു അപ്ഡേറ്റ് ഒരുപക്ഷെ നാളെ നമുക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഇന്നലെ നമ്മുടെ എഡ് കൂപ്പർ ഹോം സെക്രട്ടറി അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. അതായത് നാളെ പ്രസിദ്ധീകരിക്കാൻ പോവാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നുള്ളത്. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട്. അത് മാത്രമല്ല, സ്കിൽഡ് വർക്കർ വിസയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അത് മാത്രമല്ല കെയർ വിസയിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ന്യൂസും കൂടി പുറത്ത് വരുന്നുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കാം. UK to time limits visa for role below graduate level under new migration plan. അതായത് ഇനി യു കെയിൽ ഒരു വർക്ക് വിസ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് RQF ലെവൽ 6 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് RQF ലെവൽ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ലെവലിന് മേലെ എന്നുള്ളതാണ് അതിനർത്ഥമാക്കുന്നത്. സോ ഈ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും യു കെയിൽ ഒരു വർക്ക് വിസ ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. RQF ലെവൽ 6 താഴെ ഉള്ള ജോബുകൾ ലിമിറ്റ് ചെയ്യുന്നു. ചില ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് ചുരുങ്ങാൻ പോകുന്നു. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള വിവരവും നാളെ നമുക്ക് അറിയുന്നതായിരിക്കും എന്നുള്ളതാണ്. ചില ഇൻഡസ്ട്രീസിന് മാത്രമായിരിക്കും RQF ലെവൽ താഴെയുള്ള ജോബുകൾ ഇനി പുറത്തുനിന്ന് ഓവർസീസ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഓവർസീസ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ മിനിമം RQF ലെവൽ 6 മേലെ ക്വാളിഫിക്കേഷൻ വേണം. അത് മാത്രമല്ല, ലാംഗ്വേജ് ക്വാളിഫിക്കേഷന്റെയും ലാംഗ്വേജിന്റെ ഒരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അതായത് ലെവൽ A ക്വാളിഫിക്കേഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അതും നാളെ തന്നെ നമുക്ക് ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് ആ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതും മനസ്സിലാവുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനായിട്ട് കടുത്ത തീരുമാനങ്ങളുമായിട്ട് ലേബർ പാർട്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്,
റിഫോം പാർട്ടിയുടെ വമ്പിച്ച കുതിച്ചുചാട്ടം. ഈ കുതിച്ചുചാട്ടം കൊണ്ട് തന്നെ ലേബർ പാർട്ടി ആ ഒരു നിയമങ്ങൾ എടുക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വഴിക്ക് ഇനി അവർക്ക് ഇതൊന്ന് ഇളവ് കൊടുക്കാനോ കാര്യങ്ങളോ ഇവരെ കൊണ്ട് പറ്റില്ല. പക്ഷെ മറ്റൊരു കാര്യം ഉറപ്പുവരുത്തുന്നത് UK-യിൽ ഇനിയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ആവശ്യമാണ്. ആ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും നാളെ പ്രസിദ്ധീകരിക്കും. ഈ പറഞ്ഞ ലെവൽ RQF ലെവൽ 6 അതിന് മേലെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ തന്നെയായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള സാലറി ത്രഷോൾഡുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇനി UK-യിൽ വർക്ക് പെർമിറ്റ് കിട്ടുക. അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ സാലറി ത്രഷോൾഡിനകത്തും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നു. ഇപ്പോൾ 38,700 പൗണ്ട് ആണ് ചില ജോബുകൾക്ക്, എല്ലാ ജോബുകൾക്കും അല്ല, ചില ജോബുകൾക്ക്. ഇനി അത് എല്ലാ ജോബുകൾക്കും 38,700 പൗണ്ട് ആക്കുമോ, ഇനി അതിന് കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ UK-യിൽ ഉള്ള സ്റ്റുഡൻസിന്, ഇവിടെ പല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരുപാട് പേര് സ്പോൺസർഷിപ്പ് കൊടുക്കാവുന്ന അവസാന നിമിഷം ഈ പറഞ്ഞ സാലറി ത്രഷോൾഡ് എന്നുള്ള ഒരു സ്ലാബ് വന്നപ്പോൾ നമ്മളെല്ലാവരും അവിടെ പെട്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനകത്ത് എന്തെങ്കിലും ഇളവുകൾ കൊടുക്കുകയോ ഇനി വേറെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ കാതോർത്തിരിക്കുകയാണ്. സോ ഗൈസ്, നാളത്തെ അപ്ഡേറ്റ് ആരും തന്നെ മിസ്സാകരുത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്തിട്ടോ മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും അറിയിക്കുക, കൊടുക്കുക. കാരണം പലരും പല ഏജൻസിയിൽ ഇപ്പോഴും പോയി പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിയമങ്ങൾ വരുന്നത് അറിയുന്നില്ല, നിയമങ്ങൾ പോകുന്നത് അറിയുന്നില്ല. ഇപ്പോഴും പലരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് എന്റെ പൈസ അവിടെയാണ്, എന്റെ പൈസ ഇവിടെയാണ്. കൊടുക്കുന്നതിന് മുമ്പ് നമ്മളുടെ അടുത്ത് ആരും ചോദിക്കാൻ വരാറില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി 1-to-1 കൺസൾട്ടേഷൻസ് ഒക്കെ താഴത്ത് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഏജൻസിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഏതെങ്കിലും ജോബ് ഓഫർ ഒന്ന് പേ ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴത്ത് 1-to-1 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വന്ന് ഡയറക്റ്റ് ഇരുന്ന് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ട് മാത്രം ഇനി കൊടുക്കുക എന്ന് മാത്രം ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയട്ടെ. അപ്പോൾ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, നാളത്തെ നിയമങ്ങൾ ആരും തന്നെ മിസ്സാകരുത്. സോ ഒരു അപ്ഡേറ്റ് മിസ്സാകില്ല, കൂടെ കൂടിക്കോ. കാണാം, ബൈ.